സംസം വെള്ളം എന്ത് നിയ്യത്ത് വെച്ച് കുടിച്ചാലും അത് ഹാസിലാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇതേതെങ്കിലും അഹ്ലുസുന്നയുടേതാകുന്ന ഉലമാക്കൾ പറഞ്ഞ വാക്കായി നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇത് അഷ്റഫുൽ ഖൽഖിന്റെ വചനമാണ്. മാഉ സംസം ലിമാ ശുരിബ ലഹു. എന്ത് നിയ്യത്ത് വെച്ച് കുടിച്ചാലും അത് രോഗശമനമൊന്നുമില്ല. മക്കൾക്ക് നല്ല ഓർമ്മശക്തി വേണം, ചിന്താശക്തി വേണം, ബുദ്ധിശക്തി വേണം. നമുക്ക് നല്ല ആത്മീയമായ ഉണർവ് വേണം. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കിട്ടണം, മനസ്സമാധാനം കിട്ടണം. എന്ത് നിയ്യത്ത് വെച്ച് കുടിച്ചോ. നബി തങ്ങൾ അത് കയ്യിലെടുത്ത് വെച്ച് നിയ്യത്ത് വെച്ചത് എന്തെന്നറിയുമോ? ഹദീസിലുണ്ട്, അല്ലാഹു എന്റെ പാപങ്ങൾ പൊറുക്കണേ എന്ന് നിയ്യത്ത് വെച്ചു സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. പാപ സുരക്ഷിതത്വമുള്ള പ്രവാചകർ തന്നെ അങ്ങനെ ചെയ്ത് കാണിച്ചെങ്കിൽ പാപപങ്കുലമാകുന്ന കരങ്ങളുമായി നിലകൊള്ളുന്ന നമ്മൾ എത്ര നിയ്യത്ത് വെക്കണം സഹോദരങ്ങളെ. എന്ത് നിയ്യത്ത് വെച്ചാലും ഹാസിലാകും. രണ്ടാം സ്ഥാനം അതാണ്. കാരണം എന്താ? മഹാനാകുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പാദം അവിടം കൊണ്ട് അനുഗ്രഹിച്ചതാകുന്ന വെള്ളമാണ് പുണ്യമാക്കപ്പെട്ടതായ സംസം. പരിശുദ്ധ കഅബാലയത്തിന്റെ പരിസരത്ത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയും മകനെയും ഉപേക്ഷിച്ചിട്ട് മഹാനാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോയി. അറാക്കിനാൽ ഒരു ചെറിയ കൂര നിർമ്മിച്ചു എന്ന് പ്രബലമായ അഭിപ്രായം പരിശുദ്ധമായ കഅബയുടെ പരിസരത്ത്. അതാണല്ലോ റബ്ബി ഇന്നി അസ്കന്തു, അല്ലാഹു എന്റെ ഭാര്യയും മകനെയും ഞാനിതാ താമസിപ്പിച്ചിട്ട് പോകുന്നു എന്ന് പറഞ്ഞതിന്റെ സാരം അതാണ്. മസ്കൻ, സക്കന എന്ന് പറഞ്ഞാൽ താമസിപ്പിക്കാനാണ്. ചെറിയ അറാക്കിനാൽ ഒരു കൂര നിർമ്മിച്ചു താമസിപ്പിച്ചിട്ട് പോയി. അതാണ് ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്ന ഭാഗം കഅബയുടെ പരിസരത്ത്. വെള്ളമില്ലാതെ വിഷമിച്ചു. ഹജറ ബീവി റളിയല്ലാഹു അൻഹ അല്പമുള്ളതാകുന്ന വെള്ളവും കാര്യക്കൊക്കെ തീർന്നു. 2-3 ദിവസം കൊണ്ടൊക്കെ തീർന്നു. കുട്ടി ഒരു ഭാഗത്ത് കടത്തിയിട്ട് ചുറ്റും കിടന്ന് ഓടുന്നു. സഫ മർവ 2 കുന്നുകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം. ഓരോ മലകളിൽ കയറി നോക്കുന്നു, ദൂരത്തേക്ക് ആരെങ്കിലും കച്ചവട സംഘം വരുന്നുണ്ടോ. ഈ സമയത്ത് കുട്ടി കടക്കുന്ന സ്ഥലത്ത് കാലിട്ടടിച്ച് വിഷമിച്ച് കാലിട്ടടിച്ച് ആ സ്ഥലത്ത് നിന്ന് പ്രവഹിച്ചത് ഒരഭിപ്രായം. മറ്റൊരു അഭിപ്രായം ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറകിട്ട് കുഴിച്ച സ്ഥലത്താണ് വന്നത്. ഏതു ആയിക്കോട്ടെ, പുണ്യജലം ഇന്നും നിലനിൽക്കുന്നു. ലോകത്ത് ഇന്ന് വരെ തത്തുല്യമായി മറ്റൊരു വെള്ളം ഒരാൾക്ക് കാണാൻ പറ്റില്ല.